ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് നന്നായിട്ടൊന്ന് മെൽറ്റായി കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കാഷ്യൂസും അതുപോലെ 1 ടേബിൾ സ്പൂൺ റൈസിൻസും കൂടെ ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് വറുത്ത് കോരിയെടുക്കാം. പിന്നീട് ആ സെയിം നെയ്യിലേക്ക് തന്നെ അരിഞ്ഞു വെച്ചിട്ടുള്ള ചക്കപ്പഴം ചേർത്ത് കൊടുക്കാം. 1.5 കപ്പ് ചക്കപ്പഴമാണ് കേട്ടോ ചേർത്തിരിക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സാക്കിയതിന് ശേഷം മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഒരു 3-4 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കണം. അപ്പോൾ ആ നേരം കൊണ്ട് ഇതിനകത്തേക്ക് വേണ്ടിയിട്ടുള്ളൊരു ബാറ്റർ റെഡിയാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിക്കാം. പിന്നെ 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചെറിയ സാഷയായിട്ട് 10 രൂപയുടെ പാക്കറ്റായിട്ട് കിട്ടുമല്ലോ, അതാണ് കേട്ടോ ചേർക്കണത്. പിന്നീട് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം. ഇനി ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർക്കാം. 1 ടേബിൾ സ്പൂൺ മൈദ കൂടി ചേർക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സോസ് പാൻ എടുത്തിട്ടുണ്ട്. ആ സോസ് പാനിലേക്ക് നല്ലപോലെ നെയ്യ് അപ്ലൈ ചെയ്യാം. പിന്നീട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു ചക്കയുടെ മിക്സ് ഉണ്ടല്ലോ, ആ ഒരു മിക്സ് ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഒരു മുട്ടയുടെ മിക്സ് അതും ആ ഒരു ബൗളിലേക്ക് ചേർത്തിട്ട് നല്ലപോലെ ഈ ചക്കയും ആ ഒരു മുട്ടയുടെ മിക്സും കൂടി നല്ലപോലെ അങ്ങോട്ട് മിക്സാക്കിയെടുക്കാം. ഇനി ഈ മിക്സ് ആ ഒരു നെയ്യ് പുരട്ടി വെച്ചിട്ടുള്ള സോസ് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ താഴെ ഒരു പഴയ എന്തെങ്കിലും ഒരു പാൻ വെച്ചിട്ട് വേണം സോസ് പാൻ വയ്ക്കാനായിട്ട്. അപ്പോൾ ഇനി ഈ മിക്സ് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലിട്ട് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള നട്ട്സും കിസ്മിസൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ കുട്ടികൾ പറഞ്ഞു അവർക്ക് കിസ്മിസ് വയ്ക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ ഇതിനകത്ത് കിസ്മിസ് വയ്ക്കുന്നില്ല കേട്ടോ. അവർക്കത് ഇഷ്ടമില്ല എന്ന് പറഞ്ഞാലുണ്ട്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ തുടർന്നും ഇതുപോലെ നല്ല നല്ല വീഡിയോസ് ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. അപ്പോൾ ഇതിനെ മൂടി വെച്ച് ഒരു 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ആദ്യത്തെ ഒരു 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിടണം. പിന്നെ ബാക്കി ഒരു 8 മിനിറ്റ് തികച്ചും ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ വേവിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ചിലപ്പോൾ 10 എന്നുള്ള ഒരു 12 മിനിറ്റൊക്കെ വേണ്ടിയിട്ട് കേട്ടോ ഓരോ ബർണറിൻ്റെ ഇതൊക്കെ അനുസരിച്ച്. അപ്പോൾ എനിക്കിപ്പോൾ 12 മിനിറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ അത് കുക്കായി വരാനായിട്ട്. അപ്പോൾ ഇപ്പോൾ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു സ്ക്യൂർ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് കുത്തി വെക്കുക കേട്ടോ. അപ്പോൾ ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇത് കുക്കായിട്ടുണ്ട്. അപ്പോൾ എനിക്കൊരു 12 മിനിറ്റൊക്കെ എടുത്തു കേട്ടോ. 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിലും ഇട്ടു, പിന്നെ ബാക്കി 10 മിനിറ്റ് ലോ ഫ്ലെയിമിലും. അപ്പോൾ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ താഴത്ത് വെച്ചിരുന്ന ഒരു പാനിലിട്ട് ഇനി കേട്ടോ ഫ്ലിപ്പ് ചെയ്തിരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് നെയ്യ് അതിനകത്ത് ഒന്ന് അപ്ലൈ ചെയ്യണം കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് തട്ടിക്കൊടുക്കാം. എന്നിട്ട് ഇതിനകത്തേക്ക് ഇതും ഒരു മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിലിട്ടൊന്ന് കുക്കാക്കി എടുക്കണം കേട്ടോ. മേളിലൊക്കെ ഒന്ന് മുരിഞ്ഞ് വരാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലിട്ട് കൊട്ടിയിടാം. അപ്പോൾ അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചക്ക കൊണ്ടുള്ള പോള റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ നല്ല ചൂടായതുകൊണ്ട് തന്നെ ചൂടോടുകൂടി കട്ട് ചെയ്യുമ്പോൾ ഇത് പൊട്ടിപ്പോവും. അപ്പോൾ കുറച്ചൊന്ന് തണുത്തതിന് ശേഷം വേണം കേട്ടോ കട്ട് ചെയ്തെടുക്കാനായിട്ട്. എന്നാലാണ് പെർഫെക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കുക. അഭിപ്രായങ്ങളൊക്കെ കമൻസിലൂടെ അറിയിക്കാം. അപ്പോൾ നല്ലൊരു ഉഷാറ് വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ആയിഷാസ് ക്രിയേഷൻസ്.